ഗൈസ്, Now അപ്പൊ turn നമ്മൾ right onto Elliott Avenue West. ഒരു സെക്കൻഡ് ഇപ്പൊ പറയാം. ഓക്കെ, നമ്മളിന്ന് ഒരു ജാപ്പനീസ് ബാർബിക്യൂ കഴിക്കാൻ പോവുകയാണ്. ഇറ്റ്സ് ലൈക്ക് ആൻ ഓൾ യു ക്യാൻ ഈറ്റ് ബാർബിക്യൂ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ജാപ്പനീസ് ബാർബിക്യൂ കഴിക്കാൻ പോകുന്നത്. ഞങ്ങൾ കൊറിയൻ ബാർബിക്യൂ ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ എം റിയലി എക്സൈറ്റഡ് ടു ഹാവ് ദിസ് ജാപ്പനീസ് ബാർബിക്യൂ. ഐ ഡോണ്ട് നോ, നോക്കി നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ദേ ഞങ്ങൾ വീക്കെൻഡ് ആയപ്പോൾ നേരെ ഫുഡ് അടിക്കാൻ പോവാണ്. രാവിലെ ഒന്ന് ക്രോസ് ഫിറ്റ് പോയി ടയർഡായപ്പോൾ എന്തായാലും അടുത്തത് എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോകണം. അങ്ങനെ ഞങ്ങൾ ജാപ്പനീസ് ബാർബിക്യൂ കണ്ടുപിടിച്ചു. റെസ്റ്റോറൻറ്റ് പേര് ഇപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ, നിക്കോഫീസ്. അങ്ങനെ നമ്മൾ ഇതേ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് ഒരു ഓൾ യു ക്യാൻ ഈറ്റ് ജാപ്പനീസ് ബാർബിക്യൂ സ്പോട്ടാണ്. ഇവിടെ ആക്ച്വലി ഭയങ്കര റഷാണെന്നാണ് ഇവിടെ സൈറ്റിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് പോയാലോ. കയറി വയ്ക്കുന്ന നമുക്ക് വെയിറ്റ് ലിസ്റ്റിൽ ആഡ് ആവാൻ അവർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്ര പേരാണ്, നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, നമ്പർ കൊടുക്കുക. അപ്പോൾ അവിടെ സ്പേസ് അവൈലബിൾ ആകുമ്പോൾ അവർ നമുക്ക് ടെക്സ്റ്റ് ചെയ്യും. ആക്ച്വലി ഞങ്ങൾ ഓപ്പൺ ചെയ്ത വഴിക്ക് തന്നെ എത്തിയോണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റി. അങ്ങനെ ഇതാണ് കേട്ടോ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള നമ്മുടെ ടേബിള്. ഇതാണ് ഗ്രില്ലിംഗ് സ്പോട്ട്. നമുക്ക് ആക്ച്വലി ആവശ്യമുള്ള മീറ്റൊക്കെ അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രില്ലിംഗ് സ്പോട്ടിൽ ഇട്ടിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യേണ്ടത്. പിന്നെ ഇത് സൈഡ് ഡിഷസിൻ്റെ ഏരിയ ആണ്. കുറേ സോസസ് ഉണ്ട്. ഐ ഡോണ്ട് നോ ദ നെയിംസ് ഓഫ് ഓൾ ദി സോസസ്, പ്ലീസ് ഡോണ്ട് ആസ്ക് മീ. പിന്നെ കുറേ വെറൈറ്റീസ് ഓഫ് സൂപ്പ് ഉണ്ട്. ആക്ച്വലി 3 ഉണ്ടായിരുന്നത്. ദർ വാസ് ലൈക്ക് എ ബീഫ് സ്റ്റ്യൂ സൂപ്പ്, തന്നെ മിസോ സൂപ്പ്, പിന്നെ ഒരു ബീഫിൻ്റെ തന്നെ വേറൊരു കൈൻഡ് ഓഫ് സൂപ്പ് ഉണ്ടായിരുന്നു. അല്ല സോറി, പോർക്കിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഗ്രില്ല് ചെയ്യാൻ പറ്റിയ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു, സീവീഡ് ഉണ്ടായിരുന്നു, ഒനിയൻ സാലഡ് ഉണ്ടായിരുന്നു, ആൻഡ് മൈ ഫേവറേറ്റ് കിംചി. Well, it's beef hunger. We just it's a fresh delivery this morning, so not any frozen sauce. It's just cook a little later. Yeah. Can you help us? Sorry. Can you help us get started? Okay. Yeah. Can you help us get started? Then my dad's $5 turns off. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി കേട്ടോ. കഴിക്കാനല്ല, സോറി, കുക്ക് ചെയ്യാൻ തുടങ്ങിയെന്ന് വേണം പറയാൻ. കാരണം ഇത് കുക്ക് ചെയ്താണല്ലോ കഴിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് സെർവ് ചെയ്തിരുന്ന ആള് ആക്ച്വലി കുറച്ച് പോർഷൻ ഞങ്ങൾക്ക് കുക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. വി സ്റ്റാർട്ടഡ് വിത്ത് വാഗ്യൂ ബ്രിസ്ക്കറ്റ്. ഇറ്റ് വാസ് റിയലി യമ്മി. നമ്മൾ അതിട്ട് കഴിഞ്ഞിട്ട് അതിൽ നിന്നുള്ള ഫാറ്റ് ഇറങ്ങിയിട്ട് തന്നെ അവിടെ ഫ്ലെയിംസ് ഫോം ചെയ്യണം. സോ ഇറ്റ് മീൻസ് ലൈക്ക് ഇറ്റ് ആക്ച്വലി ഗെറ്റിംഗ് കുക്ക്ഡ്. ഇറ്റ് വാസ് റിയലി യമ്മി. അങ്ങനെ ഞങ്ങൾ ആപ്പറ്റൈസേഴ്സ് ഒക്കെ അവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ. ചിക്കൻ കറാക്കി, ടക്കയോക്കി ഇറ്റ്സ് ലൈക്ക് എൻ ഒക്ടോപ്പസ് ഡിഷ്. ഒക്ടോപ്പസ് ആൻഡ് ചീസ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു ആപ്പറ്റൈസറാണ്. പിന്നെ ചിക്കൻ നഗറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ റൈസും, പിന്നെ നേരത്തെ അവിടെ സൈഡ് ഡിഷസിൽ ഉണ്ടായിരുന്നു ഒരു സൂപ്പ് ഉണ്ടായിരുന്നു, ഒരു പോർക്ക് ബേസ് സൂപ്പ്. അതും എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഞാൻ എവിടെയെങ്കിലും ക്യാമറ വെച്ചിട്ട് ഫുൾ വിഷ്വൽസ് എടുക്കാൻ പറ്റുമെന്നുള്ള സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വിഷൻ വാസ് ഇമ്പോസിബിൾ. അതുകൊണ്ട് തന്നെ ഞാൻ കയ്യിൽ പിടിച്ചിട്ട് കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തിട്ട് പിന്നെ ക്യാമറ ഓഫ് ചെയ്യുക, വീണ്ടും ഓൺ ആക്കുക. പക്ഷെ ഞാൻ എൻ്റെ പാർട്ട്ണറോട് പറഞ്ഞപ്പോൾ ഹി വാസ് ലൈക്ക് റിയലി ഹാപ്പി ടു ഹെൽപ്പ് മീ ടു ടേക്ക് ഫ്യൂ വിഷ്വൽസ്. ഈ ഇരിക്കുന്നത് സ്ക്വിഡാണ് കേട്ടോ. എനിക്ക് സീ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്തായാലും ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു സ്ക്വിഡ്. അപ്പോൾ സ്ക്വിഡ് ഗ്രിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എഗെയിൻ കുറച്ചിൻ്റെ സൂപ്പ് എൻജോയ് ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ മീറ്റൊക്കെ കഴിച്ചു കേട്ടോ. നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന വാക്യൂം ബ്രിസ്ക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് സെറ്റായിട്ട് ഒരു സ്പൈസി പോർക്ക് മീറ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടി ഗ്രിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാണുന്നത് മഷ്റൂമാണ്. മഷ്റൂം വാസ് റിയലി ഗുഡ് അലോങ് വിത്ത് നമ്മുടെ സൈഡിൽ കണ്ട സോസസ് ഒക്കെ അല്ലേ, ചില്ലി സോസ്, അവരുടെ ഓരോ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സോസ്, അതും പിന്നെ സ്ക്വിഡും ആ മഷ്റൂം ഒക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് സെറ്റായിട്ട് സ്പൈസി പോർക്കും കൂടി ഗ്രിൽ ചെയ്യാൻ വെച്ചു കേട്ടോ. ഞാൻ ഇവിടെ വീണ്ടും എൻ്റെ കുറച്ച് വിഷ്വൽസ് എടുക്കാനുള്ള ഒരു പ്രയത്നമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഗ്രീൻ കളറിൽ കാണുന്നത് ഒരു ടൈപ്പ് ഓഫ് സീവീഡ് ആണ് കേട്ടോ. ഇറ്റ് ആക്ച്വലി ടേസ്റ്റ് ലൈക്ക് എ ഫിഷ്, ടു ബി ഓണസ്റ്റ്. എനിക്കത് ആക്ച്വലി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേസ് ആ ഗ്രില്ല് ചെയ്യുന്നതിന് ഡയറക്റ്റ് ഹീറ്റ് ഭയങ്കരമായിട്ട് അടിച്ച് എനിക്ക് ഫേസ് കാണുമ്പോൾ തന്നെ ഇപ്പോൾ അതേ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ടയർഡായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. പക്ഷെ ആ ടൈമിൽ ഫുഡ് കഴിക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കില്ലല്ലോ. Wagyu
Toro. ഞാൻ ആ മീറ്റിന്റെ പേര് ചോദിക്കുന്ന കേട്ടോ നിങ്ങൾ കേട്ടെ. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ ഓരോ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മീറ്റും അതിന്റെ നെയിമൊക്കെ പഠിക്കുന്നത്. ഓ, ഈ കാണുന്ന സീൻ ഒരത്തി ഭയങ്കരമായി കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ചതിന് ശേഷം പിന്നെ അതൊരു പൊട്ടത്തരമാണെന്ന് മനസ്സിലാക്കിയ സീനാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ വിചാരിച്ചു എന്റെ ക്യാമറയിൽ ഒരു പുതിയ ഫീച്ചറൊക്കെ ഞാൻ കണ്ടുപിടിച്ചു, പക്ഷെ അത് ആക്ച്വലി ഒരു ഫീച്ചർ അല്ലായിരുന്നു. അതിന് പിന്നെ സമയം കിട്ടുമ്പോ പറഞ്ഞു തരാം കേട്ടോ. ഉണ്ട് Feature like അങ്ങനെ നമ്മുടെ വാക്യൂ ടാറും കൂടി റെഡി ആയിട്ടുണ്ട്. ഇറ്റ് വാസ് റിയലി യമ്മി. നല്ല ആക്ച്വലി ഞങ്ങൾ കുറച്ച് നേരം എക്സ്ട്രാ ആഡ് വെച്ചിട്ടുണ്ടോ തോന്നുന്നുണ്ട്. ഒരു ക്രിസ്പി ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ ഇടയിൽ എവിടെയോ ഞാൻ മറ്റേ ബീഫ് ടങ് കഴിച്ച വിഷ്വൽസ് മിസ്സായി പോയിട്ട് ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. നെക്സ്റ്റ് ടൈം വരികയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ കുറേ ഫ്രൂട്ട്സ് ഒക്കെ ലാസ്റ്റ് എടുത്ത് തിന്ന് തീർത്തതാണ്. അങ്ങനെ ഒരു ലേശം പോലും ബാക്കി വെക്കാതെ എല്ലാം നമ്മൾ തിന്ന് തീർത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആ സീവിയുടെ മാറ്റി വയ്ക്കുക, ബാക്കി എല്ലാം തിന്ന് തീർത്ത് വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. യെസ്, Sumi in the wild. $100 $89. ഞാനൊരു സ്കിൻ കെയർ ഷോപ്പ് കയറിയിട്ട് ഓരോ പ്രൊഡക്ട്സിന്റെ ഭംഗി ആസ്വദിക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. Are you recording? Are you happy, Sumi? Yeah, I'm happy. What is your best food, Sumi? What is the best thing that you Best. eat? Best actually I like the beef tongue root. That was weird, but I like it. Yeah, that was yummy and not spicy, but എന്തോ ആ ഒരു ഫാറ്റ് Juicy. ലെയർ അങ്ങനെ ജ്യൂസ് ആയിട്ട് ആ ഒരു ഫ്ലേവർ ഇല്ലേ. That was yum actually. You just had ate Yeah, I just had beef tongue. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ പോയില്ലേ, അവിടെ പോയിട്ട് കഴിച്ചത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അവിടുന്ന് സംസാരിക്കാൻ പറ്റില്ല. സോ ഈ തോട്ട് ഞാൻ ഇവിടെ എത്തിയിട്ട് സംസാരിക്കാമെന്ന്. ദാറ്റ് വാസ് റിയലി ഗുഡ് ടു ബി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ. അത് ജാപ്പനീസ് ബാർബിക്യൂ ആയിരുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ആപ്പറ്റൈസേഴ്സ് ഉണ്ടായിരുന്നു. മെയിൻ ഓൺട്രീസ് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി മീറ്റ് തന്നെയാണ്, അതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എടുത്തത് ഇറ്റ്സ് ലൈക്ക് ഓരോ പാക്കേജ് ഇടാം. ഇറ്റ്സ് ലൈക്ക് ഓൾ യു ക്യാൻ ഈറ്റ് അല്ലേ. അപ്പോൾ 39 പോയിൻറ്റ് സംതിങ് ആയിരുന്നു ഒരാൾക്ക് പെർ പേഴ്സൺ പെർ ഹെഡ് ഉണ്ടായിരുന്നത്. ഓർ ഇഫ് യു വോണ്ട് ടു ഹാവ് ലൈക്ക് എ മീഡിയം ആയിട്ടുള്ള മീറ്റ്സൊക്കെ ട്രൈ ചെയ്യണം, ലൈക്ക് വാഗ്യൂ ടോറോ. എനിക്ക് ആക്ച്വലി പേര് പറയാറിയില്ല, ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു +$5 എക്സ്ട്രാ കൊടുത്തിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഞങ്ങൾ ആക്ച്വലി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് എന്തായാലും വരുമല്ലോ, അപ്പോൾ പിന്നെ നല്ല മീറ്റൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വേർത്ത് ഇട്ടാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി വേർത്ത്. നമ്മൾ സിയാറ്റലിൽ ഇവിടുത്തെ ഒരു നോർമൽ റെസ്റ്റോറൻറ്റിൻ്റെ പ്രൈസൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ടോട്ടലി വേർത്ത് ഇറ്റ്. കാരണം നമുക്ക് എല്ലാത്തിനും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. ഐ ആക്ച്വലി ട്രൈഡ് ലൈക്ക് ബീഫ് ടങ്. ഇറ്റ് സൗണ്ട്സ് വിയർഡ് ബട്ട് ഇറ്റ് വാസ് ആക്ച്വലി യമ്മി. പിന്നെ ഈയിടെയായിട്ട് ഞാൻ കുറച്ച് സീ ഫുഡ് ലവറാണ്. അപ്പോൾ പിന്നെ ഞാൻ സ്ക്വിഡ് ട്രൈ ചെയ്തു, പ്രോൺസ് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇതൊക്കെ കഴിച്ചപ്പോഴേക്കും വരെ ഫില്ലായി. പിന്നെ കുറേ സൈഡ് ഡിഷസ് ഓപ്ഷൻസും ഉണ്ട്. നമുക്ക് കിംചി, ഫ്രൂട്ട്സ്, ലൈക്ക് പിക്കിൾസ്, പിന്നെ ഒരു ബീഫ് സ്റ്റൂ പോലത്തെ ഒരു സൂപ്പ് ഉണ്ടായിരുന്നു, പിന്നെ മിസോ സൂപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സൈഡ് ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. അത് നമുക്ക് ചെന്ന വഴിക്ക് തന്നെ പോവുക, എടുത്തു കൊണ്ടുവരിക, കഴിക്കാം, അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സെർവ് ചെയ്യുന്ന ആളുണ്ടല്ലോ, അയാൾ ആക്ച്വലി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊന്ന് ഈ സ്റ്റാർട്ടിങ് പോലെ ഒന്ന് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് തരുമോ. അപ്പോൾ ഈ ആക്ച്വലി ഹെൽപ്പ് ദസ് എ ലോട്ട്. ഹീ ഡിഡ് അവർ ഫസ്റ്റ് ഗ്രിൽ. ഞങ്ങൾ പോർക്കായിരുന്നല്ലോ, വാഗ്യൂ ബ്രിസ്ക്കറ്റ് ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വാഗ്യൂ ബ്രിസ്ക്കറ്റ് അയാൾ എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ കാണിച്ചു നോക്കി, ഇങ്ങനെയാണ് ഇപ്പോഴാണ് മീഡിയം ഫ്രയർ ആവുക, അങ്ങനെയൊക്കെ കാണിച്ചു തന്നു. ഇറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ.
പിന്നെ ഞാൻ നോട്ടീസ് ചെയ്ത പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ ഓൾ യു ക്യാൻ ഈറ്റ് അല്ലേ. അപ്പോൾ ആൾക്കാർ വേണമെങ്കിൽ കുറേ എടുത്തിട്ട് വേസ്റ്റ് ചെയ്യാനൊക്കെ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ദി മെയ്ഡ് റൂൾ ലൈക്ക് സപ്പോസ് അവർ ടേബിളിൽ വന്നിട്ട് കുറേ ഫുഡ് ബാലൻസ് ബാക്കിയാക്കിയിട്ട് ആൾക്കാർ പോകാമെന്ന് കാണുകയാണെങ്കിൽ ഒരു $15 പെർ ഹെഡ് ആ ബില്ലിൽ ആഡ് ആവും. അപ്പോൾ $15 എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ എമൗണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും മാക്സിമം അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് കഴിച്ചിട്ട് പോകും. അപ്പോൾ അതൊരു ആക്ച്വലി നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഇത് എല്ലാവരും ട്രൈ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീറ്റൊക്കെ ഇഷ്ടം ഇങ്ങനെ വെറൈറ്റി ക്യൂസിൻസ് ട്രൈ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ഇത് ട്രൈ ചെയ്യാം. ബിക്കോസ് ഞാനൊക്കെ ഇവിടെ വന്നിട്ടാണ് ജാപ്പനീസ് ബാർബിക്യൂ അല്ലെങ്കിൽ കൊറിയൻ ബാർബിക്യൂ ഇതൊക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പം ആക്ച്വലി കുറേ ബാർബിക്യൂ സ്പോട്ട്സ് വരുന്നുണ്ട് തോന്നുന്നു. പക്ഷേ അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ട്രൈ ചെയ്യുന്ന അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ട്രൈ ചെയ്ത് കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് റിയലി ഗുഡ് അല്ലേ. നമ്മുടെ ക്യൂസീൻ അല്ലാണ്ട് എല്ലാ ക്യൂസീനും ട്രൈ ചെയ്യുക. സോ ഇറ്റ്സ് എ നൈസ് സ്പോട്ട്, ഇറ്റ്സ് ടോട്ടലി വർത്ത് ഇറ്റ്. ഞാൻ പേരും സ്പോട്ടൊക്കെ ഞാൻ കമൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ അടുത്തുള്ള വാഷിങ്ടണിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പോവുക, ഹാവ് എ ഗുഡ് മീൽ. അപ്പോൾ ഓക്കെ ദെൻ, സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.